മത്സ്യബന്ധനം 2024 ലോക ഫിഷറീസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ മികച്ച മറൈൻ സ്റ്റേറ്റായും കൊല്ലം ജില്ലയെ മികച്ച മറൈൻ ജില്ലയായും അംഗീകരിച്ചിരുന്നു. സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ വികസനത്തിനായി ഒരു തീരദേശ പാക്കേജ് അനുവദിക്കും. ഈ വർഷം ഇതിനായി 75 കോടി രൂപ അനുവദിക്കും. 55.17 കോടി രൂപ ചെലവ് വരുന്ന കോഴിക്കോട് സെൻട്രൽ ഫിഷ് മാർക്കറ്റിൻ്റെയും 48.24 കോടി രൂപ വരുന്ന ആലുവ ഫിഷ് മാർക്കറ്റിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കാസർഗോഡ്, പൊന്നാനി, പുതിയാപ്പ, കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ 2025 മാർച്ച് മാസത്തോടുകൂടി മുതലപ്പുഴി ഹാർബർ 2026 ഡിസംബറിലും പൂർത്തിയാകുന്നതാണ്. ഈ വർഷവും മത്സ്യബന്ധന മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി മത്സ്യബന്ധന മേഖലയുടെ വിഹിതം 295.12 കോടിയായി ഉയർത്തുന്നു. ഇതിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പിനുള്ള 163.31 കോടിയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.31 കോടിയും ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 35.50 കോടി രൂപയും ഉൾപ്പെടുന്നു. കേന്ദ്ര സഹായമായി 61 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. കടലോര മത്സ്യബന്ധന പരിപാടിക്ക് 41.10 കോടി, ഉൾനാടൻ മത്സ്യബന്ധന പദ്ധതിക്കായിട്ട് 80.91 കോടി രൂപയും വകയിരുത്തുന്നു. അക്വാകൾച്ചർ രംഗത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് 67.5 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസന പദ്ധതിക്കായി 25-26 സാമ്പത്തിക വർഷം ആകെ 176.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ മാനവശേഷി വികസന പദ്ധതികൾക്കായി 139.9 കോടി രൂപ വകയിരുത്തുന്നു.